അല്ല, ഞങ്ങൾ സ്വമേധയാ ഇപ്പം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വം ഇന്നലെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചർച്ചകളായിട്ടും ഫോണിലായിട്ടും എല്ലാം ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കൗൺസിലർമാർ തമ്മിലാണല്ലോ. അത് കൗൺസിലർമാരല്ല ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം, അല്ലാതെ നിങ്ങളൊരു നിലപാടെടുക്കരുതെന്ന് അവർ കർശനമായി നമ്മളോട് നിർദ്ദേശം അവരാവശ്യപ്പെട്ടാൽ ആ നിമിഷം രാജി. അവര് ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് പോകണ്ട, മറ്റു കാര്യങ്ങളിലേക്കൊന്നും അവരാവശ്യപ്പെട്ടാൽ മതി. വൈസ് ചെയർമാൻ സ്ഥാനം ഇപ്പോൾ കഴിയുകയാണല്ലോ. അപ്പോൾ ധാരണ പ്രകാരം 26-ാം തീയതി വൈസ് ചെയർമാൻ സ്ഥാനത്തിലേക്ക് സ്വതന്ത്ര കൂട്ടായ്മയുടെ ഒരു പ്രതിനിധി വരണം. അതാണോ നിലവിലെ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം? അതാണ് ഇതിന്റെ കാരണം. അതിന്റെ കാര്യം ഞങ്ങൾ 6 മാസങ്ങൾക്ക് മുമ്പുള്ള എഗ്രിമെന്റിൽ ആദ്യത്തെ 3 വർഷമായിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്. അതൊരു കൗൺസിലറുടെ കടമ്പിടുത്തം കാരണം അത് ആദ്യത്തെ 6 മാസം അവർക്ക് എടുത്തു. അവരിന്ന് പത്രങ്ങളിലൂടെ എഴുതിയിരിക്കുന്നത് കണ്ടു. ഞങ്ങൾക്കാണെങ്കിൽ അവർ രാജിവെക്കത്തില്ല, കോൺഗ്രസിന്റെ കൗൺസിലർക്കാണെങ്കിൽ രാജിവെക്കാമെന്ന് അവർ പറഞ്ഞതായിട്ട് ഇപ്പോൾ ഒരു ന്യൂസ് ഞങ്ങൾ കണ്ടു. അത് എന്തുകൊട്ടെ UDF നേതൃത്വം തീരുമാനിച്ചോട്ടെ. അത്തരം കാര്യങ്ങളിലേക്ക് പറയാൻ ഞങ്ങൾ 3 പേര് തയ്യാറല്ല. ഞങ്ങൾക്ക് അത് കിട്ടിയേ തീരുവുള്ളെന്ന് വാശിയില്ല. അതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വ്യക്തിപരമായിട്ടുള്ള ഈഗോ പ്രശ്നങ്ങളാണ് നിലവിൽ. എനിക്ക് ഉറപ്പുണ്ട് പാലാ നഗരസഭയുടെ കഴിഞ്ഞ 6 മാസത്തെ ഭരണം ഒരു പരാജയമായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. നഗരസഭയുടെ ഭരണത്തിൽ ആർക്കെങ്കിലും പൊതുസമൂഹത്തിനൊരു എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നഗരസഭ ഇതിനെ അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. SK നമ്മളോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, വാർത്ത തുടങ്ങിയപ്പോൾ ഒരു പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സൺ വരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് പാലാ നഗരസഭയെ നോക്കിക്കണ്ടത്. അതിനൊക്കെ ഒരു തിരിച്ചടിയായെന്ന് തോന്നുന്നുണ്ട് നിലവിൽ ഈ വിവാദങ്ങൾ? അല്ല, ഈ വിവാദങ്ങൾ നഗരസഭയുടെ ഭരണത്തെ നാളിതുവരെ ബാധിച്ചിട്ടില്ല. കാര്യം കഴിഞ്ഞ 6 മാസത്തെ പ്രോഗ്രസ് കാർഡ് എടുത്ത് നോക്കിയാൽ വലിയ രീതിയിലുള്ള നല്ല പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 62,34,00,000 രൂപ നഗരസഭയ്ക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിരവധിയായ കാര്യങ്ങൾ ചെയ്യുവാനും തുടക്കമിടുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ രീതിയും പൂർത്തിയായി അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. കേരളത്തിലെ 67-ാം സ്ഥാനത്തായിരുന്ന നഗരസഭ 7-ാം സ്ഥാനത്തേക്ക് വന്നു. ജില്ലയിൽ 9-ാം സ്ഥാനത്തിരുന്ന നഗരസഭ 1-ാം സ്ഥാനത്തേക്ക് വന്നു. നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഇനി തീരുമാനിക്കേണ്ടത് എന്തായാലും UDF നേതൃത്വമാണ്. UDF നേതൃത്വം തീരുമാനിക്കുക. അവർ നമ്മളോട് വിവരം പറയുമ്പോൾ ഞങ്ങൾ തീരുമാനമെടുക്കും.